ഇത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി പടം എന്നുള്ള ഒരു ഫാദർ സൺ ബോണ്ടിങ്ങിനെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞവരെല്ലാവരും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അച്ഛൻ മകൻ റിലേഷൻ കുറേ പഠനമുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ കണക്റ്റഡ് ആകുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ വീട്ടുകാരൊന്ന് വിളിക്കണം തോന്നുന്നുണ്ട് എന്നൊക്കെ കുറേ റെസ്പോൺസ് വന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവർ ആ ടീമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഭയങ്കര ഒരു സബ്ജക്റ്റ് ആയിട്ടപ്പോൾ? സുഹൃത്തുക്കളുടെ ബന്ധത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അത് സൗഹൃദം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്തിന് കൂടുതലുള്ള സുഹൃത്തുക്കളായിരിക്കും. എൻ്റെ ഡ്രീം കൊടുക്കാൻ പിന്നെ പേരൻസ് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി മക്കൾ ജീവിക്കണം. പിന്നെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പേരൻസും തിരിച്ചറിയണം. അതൊരു മെസ്സേജായിട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ എല്ലാം വിദേശം അങ്ങനെ നാട്ടിൽ ആൾക്കാർ വേണ്ടേ? നമ്മുടെ നാടിനെ നമുക്ക് ഒരു വലിയൊരു അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരട്ടെ. നോർമലി നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരെ വിളിക്കുന്നവരെ ഈ വാഴ എന്നൊക്കെ ഉള്ളത് ഈ സിനിമയ്ക്ക് ശേഷം ഇനി അങ്ങനെ ഒരു പേര് ആളുകൾ വിളിക്കുമെന്ന് തോന്നുന്നുണ്ട് പിള്ളേരൊക്കെ. അങ്ങനെ വിളി കേട്ടാണ് ഈ സിനിമയ്ക്ക് വാഴ വന്നേക്കുന്നത്. വിളിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? വാഴ എന്നത് പണ്ട് പൂർവികരായിട്ട് പറഞ്ഞേക്കുന്ന വാക്കാണ്. അത് നമ്മൾ കടവട്ട സിനിമയ്ക്ക് തന്നെയാണ്. നല്ലൊരു മൂവി, എനിക്ക് ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. തിയേറ്ററിൽ വാഴ വാഴും. ഏതാ തിയേറ്ററിലല്ലേ? കേരളത്തിൽ തിയേറ്ററിൽ വാഴ വാഴും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് നല്ലതായിട്ട് കയറും എന്നുള്ളത്. നിങ്ങളെല്ലാവരും കാണും. നല്ല പടം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഫിലിമാണ്. ഫാമിലി എല്ലാവർക്കും പറ്റി കാണാം. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. മസ്റ്റ് വാച്ച് കയറി. കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? വല്ലാതെ ഇമോഷണൽ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇമോഷണലായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ സൺ ബോണ്ടാണ് മെയിനായിട്ട് കാണിക്കണം. അടിപൊളി. കണക്റ്റഡ് ആവുമോ? പിന്നെ നന്നായിട്ട് കണക്റ്റഡ് ആവും. ഇമോഷണൽ ആവുന്ന ഒരു പടമാണല്ലേ? എല്ലാവരും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആണ്. ഒരു കുറ്റം പറയാനില്ല. കേരളത്തിലെ വാഴു പടം കുറച്ച് കോമഡി കുറച്ച് ഇമോഷണലൂടെയാണല്ലോ. എങ്ങനെ നമ്മുടെ ടീമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വൈബ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കയറിക്കാൻ വേണ്ട അഭിഷേക് ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഇത് കോമഡി പടമാണല്ലോ. ഇത് ഫാദർ സൺ ബോണ്ടിങ്ങിന്റെ ഒരു ഇതിലൂടെയാണ്. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട് പടം. രസം നമ്മുടെ എല്ലാം ഒരു കഥ വരും. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാവരും തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിമാണ്. തിയേറ്റർ തന്നെ വന്ന് കാണും. പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവസാനം മീനാക്ഷി കറിഞ്ഞില്ല എല്ലാവർക്കും സ്വിച്ച് വെക്കുന്നത് എല്ലാവരും ഭയങ്കര ഞാനും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഭയങ്കര രസമായിരുന്നു. ഇതൊരു നോർമൽ കോമഡി പടം മാത്രം കുറച്ച് ഇമോഷണലിലൂടെ മാത്രമല്ല വേറെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. അത് നിങ്ങളത് നമ്മുടെ പയ്യന്മാരുടെ ലൈഫിൽ ഒരുപാട് കണ്ടന്റുകളുണ്ട്. അതൊന്ന് കാണാം. അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.